ശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോ കരുണമേ നല്ലോർമ്മ നിന്റെ മഹത്വമുദീക്കും നൽകണമവർ ബലഭാഗത്തിൽ നിങ്ങളുടെ വിശ്വാസത്തിൽ ജീവിച്ച് നിന്നിലുള്ള ശരണത്തിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ദാസിയുടെ ആത്മാവിനെ സ്വീകരിക്കുന്നു. സ്നേഹം ഏകജാതനാം പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധരുടെ സഹവാസം ആദായങ്ങളെല്ലാവരുടെയും പ്രത്യേക ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ദാസിയുടെ ആത്മാവിനെ നടക്കുവാൻ പോകുന്നതായ സംസ്കാര ശുശ്രൂഷയുണ്ട് എപ്പോഴും ഉണ്ടായിപ്പോഴും നീക്കുണ്ടായിരിക്കുമാറാകണമേ. ആമേൻ.
എന്നോട്ടം തികച്ചു സ്വർഗഗേഹെ വിരുദിനായി. ലോകെ ഞാൻ എന്നോട്ടം തികച്ചു സ്വർഗഗേഹെ വിരുദിനായി. പറന്നിടും ഞാൻ മറുരൂപമായി പരനേശുരാജൻ സന്നിധൗ. പറന്നിടും ഞാൻ മറുരൂപമായി പരനേശുരാജൻ സന്നിധൗ. ഭൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ ുള്ള സമാപന ശുശ്രൂഷ നിർവഹിക്കാനായിട്ട് പോവുകയാണ്. നമുക്കെല്ലാവർക്കും അറിവുള്ളതുപോലെ ഗവൺമെൻറ്റിൻ്റെ നിയമവും അവിടുത്തെ നിർദ്ദേശങ്ങളും പാലിക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും കടമയും കടപ്പാടുമുണ്ട്. അതുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന സമയങ്ങളിലൊക്കെയും ആളുകൾ നിൽക്കുന്നത് അകലം പാലിച്ച് നിൽക്കുവാനായിട്ടും കാണുവാനായിട്ട് വരുന്നവരെ കണ്ടു കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് പോയി ഇറങ്ങി നിൽക്കുവാനായിട്ടും ശ്രദ്ധിക്കണം. ഇതിനകത്ത് നിൽക്കുന്നവർ നമുക്ക് ദേവാലയത്തിലായാലും ഭവനത്തിലായാലും 20 പേര് കൂടി നിന്ന് ഈ ശുശ്രൂഷ നിർവഹിക്കാനായിട്ട് നിർവാഹമില്ല, അനുവാദമില്ല. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിലുണ്ടായിരിക്കുന്ന ഒരു നടപടി എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും പാലിച്ച മതിയാകും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ചിട്ടയോടുകൂടി എല്ലാവരും സംബന്ധിക്കുവാനായിട്ട് ഈ പ്രിയ മാതാവിനെ യാത്ര അയക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും ചെയ്യണം. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഈ പ്രിയ മാതാവിനെ ഈ ഭവനത്തിൽ വളരെയധികം നന്നായിട്ട് പരിചരിക്കുകയും ശുശ്രൂഷിക്കുകയും വേണ്ട എല്ലാ കാര്യങ്ങളും നിർവഹിക്കുകയും ചെയ്ത ഭാഗത്തിനെയും അമ്മാവെ കൃത്യമായിട്ട് ദൈവസന്ധിയെ സമർപ്പിക്കുകയാണ്. അവരുടെ ശുശ്രൂഷകൾക്ക് ദൈവത്തമ്പുരാൻ പ്രതിഫലം നൽകട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ഇതൊരു നല്ല മാതൃകയായിട്ട് നമ്മളുടെ സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, മാതാപിതാക്കന്മാർ അങ്ങനെയുള്ളവരെ കരുതുകയും പരിചരിക്കുകയും അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് ദൈവഹിതമാണെന്നും ദൈവ സന്നിധിയിൽ നമുക്ക് നീതീകരിക്കത്തക്കതായ കാര്യമാണെന്നുള്ളത് നമ്മൾ ഓർത്തുകൊള്ളണം. അങ്ങനെ ഈ ഭവനം ചെയ്തതായ എല്ലാ ശുശ്രൂഷകളെയും സഹോദര ഭവനങ്ങളെയും എല്ലാം ദൈവത്തിന് സമർപ്പിക്കുകയും അവർ കൃത്യമായിട്ടുള്ള മക്കളുടെ പേരിലുള്ളതായ നന്ദി അറിയിക്കുകയും ചെയ്യും. മക്കൾക്ക് ആർക്കും തന്നെ ഇവിടെ വന്ന് സംബന്ധിക്കുവാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ള ദുഃഖം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എന്നാൽ ആ ദുഃഖമൊക്കെ മാറ്റുവാനൊക്കെ കഴിവുള്ളവനായ കർത്താവ് ആ മക്കളൊക്കെ ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവകൃപയിലായിരിക്കുവാനും അവർ സമാധാനത്തോടെ ആയിരിക്കുവാനും ഈ പ്രിയമാതാവിൻ്റെ സംസ്കാരം എല്ലാം നടപടിയായിട്ട് നിർവഹിക്കുമ്പോൾ അവരത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് കണ്ട് അവരുടെ ആശ്വാസം കണ്ടെത്തുവാനൊക്കെ വേണം കണ്ടെത്താൻ സഹായിക്കട്ടെ. ദൈവഹിതം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന അവസരമാണ് ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ. ഈ സാഹചര്യങ്ങളൊക്കെ ഈ പ്രതികൂല അനുഭവങ്ങളാണെങ്കിലും അതിനെ അനുകൂലമാക്കി തീർക്കാൻ തക്കവണ്ണം നമുക്ക് എല്ലാവർക്കും സാധിക്കും. അത് ദൈവകരുണയിലായിരിക്കും തക്കവണ്ണം നമ്മൾ ദയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ നിർവഹിക്കേണ്ട പ്രവർത്തനത്തിൽ മറ്റ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഭവനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തൻ്റെ കൃപകളുടെ അനുഗ്രഹങ്ങൾ നൽകുകയും സമാധാന ദാതാവായ കർത്താവിൻ്റെ സമാധാനം അനുഭവിക്കാൻ തക്കവണ്ണം നമുക്ക് എല്ലാവർക്കും വരികയും ചെയ്യാം. കാണുവാനായിട്ട് വരുന്നവർ വന്ന് കണ്ടിട്ട് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. എന്റെ മഹത്വം സ്വർഗവും ഭൂമി നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധൻ 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 സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
വേദനയാൽ വേർപെട്ടുപോയ ഈ മാതാവിന്റെ ആത്മാവിനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ദുഷ്ടന്മാരായ മത്സരക്കാരുടെ വരയോട് നിന്നും കാണപ്പെടാത്ത അന്ധകാര സൈന്യങ്ങളിൽ നിന്ന് ഇവിടെ വെച്ചുകൊള്ളണമേ. ഈ ആത്മാവിന്റെ സ്ഥാനത്ത് നീതിവാന്മാരുടെ പൊടുത്തുവച്ച് നിൽക്കുമാറാകണമേ. പിതാമത്തിനും പരിശുദ്ധമായുള്ളവേ, ഇപ്പോഴെല്ലായ്പ്പോഴും നേക്കും യോനിന്റെ പരിശുദ്ധന്മാരോട് വസിക്കുമാറാകണമേ. ജീവനെടുത്തിടുമ്പോൾ മണ്ണിൽ ചേരുന്നു വാഴട്ടെന്നും എഴുന്നേൽപ്പിച്ചോനെ വാഴ്ത്താൻ വന്നിടുവിൻ. പ്രതിഭാസത്തിനും വിധവാസുതനെ വിടുവിച്ചോനെ നാം എല്ലായ്പ്പോഴും വിശ്രമമെന്നെ സ്തുതി ചെയ്താരാധിക്കേണം. അവരുടെ അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. ഉന്നതിയും സദാനേരവും ഇടപെടാതെ കരയേറ്റുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കവളക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിമായ കർത്താവിന്റെ സ്തുതി. തൻ്റെ ദാസിയുടെ ശവസംസ്കാരം നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങൾ ജീവനൊഴിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. അതിലുണ്ടായിരുന്നവനും ഇപ്പോൾ ഉള്ളവനും എന്നേക്കുന്നവനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധമാരാകുമാരുടെ ഒരുവാനിരിക്കുന്നവരുമാണ് സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും തിരുവൻപാകരൂറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരമായ ഗോപന്മാർ ശ്രദ്ധയുള്ള ഗണങ്ങളും സ്വർഗീയമായ മേഘങ്ങളിൽ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ സ്വത്വത്തിനെ അട്ടഹസിക്കുമ്പോൾ മരണം വീണു പോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ദ്രവിച്ചേർന്നുപോയ സർവാശ്രയങ്ങളും വലുതായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെ സൃഷ്ടാവ് നിർമ്മതാവിന്റെ സൃഷ്ടിശക്തിയുടെ വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിക്കപ്പെട്ടുള്ളവയെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സർവവംശങ്ങളും വർത്തങ്ങളും പരിവചനവും ഭയങ്കരമായ സുമാസം ഉണ്ടാകാൻ കൂടുകയും ചെയ്യുന്നു. ബലവാനും കാരണവാനുമായ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്ന ആ സമയത്ത് എന്നുള്ള പ്രത്യാശയോടുറായിട്ടിരിക്കുന്ന ഈ പ്രിയമാതാവിനോട് വർത്തമാനത്തെ നിർത്തിക്കൊള്ളണമേ. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും ഞാൻ അവരുടെ വസിക്കുന്ന അവസാന ദിവസത്തിൽ ഞാൻ അവനെ വേർതിരിപ്പിക്കുമെന്ന് ജീവനുള്ള ദൈവമായ കണ്ടാൽ രക്ഷപ്പെട്ടുള്ള വചനം ഞങ്ങളിലും ഇന്ന് ഞങ്ങളിൽ നിന്ന് വേർപെട്ട് ദൈവസന്ധിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്ന ഈ പ്രിയ മാതാവിലും നിറവേറ്റണമേ. ഞങ്ങൾ ഞങ്ങളുടെ വാങ്ങിപ്പോതിൻ്റെ വർത്തമാനത്തിൻ്റെ കണ്ണെ കാണുകയും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ സഹായിക്കും സ്തുതിയും സ്തോത്രം ഇപ്പോഴും എന്നാളും കരയേറ്റുകയും ചെയ്യുമാറാകണം. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാവങ്ങൾക്ക് മോചനവും രണ്ട് രോഗങ്ങളിൽ നിന്ന് വന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. നഗരകവാടം വഴിയായി ഞാൻ പോകും നേരം കേട്ടേനൊരു നാദം ശ്രദ്ധിച്ചേൻ ചെന്നരികെ നിന്നേറ്റം ഖേദം തോന്നു നിരതത്തെ തരുണന്മാരെയും ബാലന്മാരെയും കണ്ട് പ്രഭുവരിതകളും ദാസികളും പാടുന്നു. വിശദസമേതം ചോദിച്ചേൻ കേഴു നേന്തിനേവോ സുന്ദരരെ വിതയോടെന്തിനു പാടിടോ എന്നോടോതി
മരണശേഷം മായിക്കുമീ സൗന്ദര്യം പ്രാതകാലത്തിൽ തെളിവാകും സൂര്യനു തുല്യം ഈ സൗന്ദര്യം പാഴ്പുൽ കൊടിയന്മേൽ തുല്യം ഈ സൗന്ദര്യം സന്ധ്യാവേളയതിൽ പാടിയിടും പൂവിനു തുല്യം പാതാളത്തിൽ പാഴാം രൂപത്തിൽ കനിയുക കർത്താവേ ജീവൻ നൽകി തേജോ വസനം നീ അതിനെ അണിച്ചിടണമേ സർവീശാസ്തോത്രോ സ്തോത്രം തേ മഹാകാരണമാണ് ദയാലുമായ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിലേക്ക് നീ എടുത്തു ഞാൻ പ്രവാസിച്ചിരിക്കുന്ന ഈ മാതാവിന് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ ആശ്രയിക്കുന്ന ഈ രൂപം കൈക്കൊണ്ട് സ്വർഗീയ യെരൂശലേമിൽ മോഹനീയ വാസപ്രവൃത്തികളെ ആശ്രയിക്കണമേ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും മുൻപാകുള്ള പ്രസംഗിക്കുവാൻ അവരാക്കുകയും ചെയ്യണമേ. പരിചാരിക തന്നാത്മത്തെ സസമാധാനം കൈക്കൊള്ളുക കന്മഷമകിലം മോഹിക്ക ഇവിടെ വിധിക്കരുതേ നാഥ നിർമായൻ നീയേ അപരാധികളീച്ചിടും നരകത്തിൽ രക്ഷിതയായി കൽപ്പന കാത്തവരോടൊപ്പം ശോഭന മണവര പോകേണോ മാറുകുമോ മൃതിയെ നീ ഞെളിയേണ്ട മൃതരായോർമേൽ അവരുടെ മേൽ തെല്ലില്ലതിന് അധികാരവും അവകാശമതും ബലവാനാം സൃഷ്ടാവരെ വിസ്തരണം ചെയ്യുന്നോരം സാക്ഷാലവകാശികളും തൽ സുതരും ദാസരും അവരല്ലോ നിൻ കൈകളിൽ നിന്നവരെ വേഗം സ്വർഗമഹാരാജ്യം മരണത്തെ ഞാൻ ആഴ്വരയോ ഹൃദയിൽ നാൾപോക്കി വേദനയോടു സുതരെ പ്രസവിച്ചിടുന്നു ജീവൻ പോയി പോയി വേലിയോ മാതാവേ നോക്കിടുമാൽപജരിൽ നെടുവീർപ്പുയരുന്നു തായില്ല പറവ കുഞ്ഞുങ്ങൾക്കൊപ്പം അതിസന്താപത്താൽ ജ്യോതിച്ചിടുന്നു ഈ ദീനാരാപം കേൾക്കുന്നോരെല്ലാം ഖേദത്താലവരോടൊപ്പം കരയുന്നു ദൂതൻജാലേവം എന്നെ കൊണ്ടിറപോയി മാരകപാഠത്ത എന്നിൽ ക്രമമേറ്റി നിർദ്ദയ പീഡകളാൽ മർദ്ദിച്ചങ്ങൾ കാൺമീൻ വടിമൂന്നാലെന്നെ താടിച്ച ഞാനാശ്രയഹീന ഞാനയ്യോദീന നിൻ സൃഷ്ടിയനാഥ കൃപയാൽ പുതുതായോറാഹേ കരുണാ സമ്പൂർണ പുനരുദ്ധാനദിനെ നിന്നോട് സൃഷ്ടിയ നീ കീടേണോ അതിബന്ധമൃതിയായി വേറായി വേരണ്ടായി തീർന്നൊരു സഹജയ്ക്കായി കാത്തിരിപ്പിൽ നിങ്ങൾ അവരൊന്നാകണമേ പുനരുദ്ധാനത്തിൽ മോചിക്കുക പാപം മായിക്കുക ദോഷം സത്യമിടും വിധിയിൽ നാളിൽ പാടേണം പരിശുദ്ധന്മാരോ ദിവളേ സ്തുതിഗീതം വന്നവനും വരുവോ നമ്രതന്നുയിരോ സുതനെന്നു ശരീരാ മകൾ
അവരുടെ ശുഭത്തിനുമുള്ള കൃത്യമായിട്ടുള്ള നന്ദിയും സ്നേഹവും കുടുംബാംഗങ്ങൾക്ക് വേണ്ടി കൃത്യമായിട്ട് അറിയിക്കുന്നു. പ്രാർത്ഥനയുണ്ടായിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദിവസത്തെ സമർപ്പിക്കുകയും ദൈവകൃപ അനുഭവിക്കാൻ തക്കവണ്ണം എല്ലാവരെയും അവിടുന്ന് യോഗ്യരാക്കട്ടെ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ഇപ്രകാരം ഒരു ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ട് ഇടയാക്കിയ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതിൽ സഹകരിച്ച എല്ലാവരെയും ദൈവം കൃത്യമായിട്ടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ പ്രിയ മാതാവ് ദൈവസന്നിധിയിൽ ഈ ലോക ജീവിതം പൂർത്തിയാക്കി ദൈവ ശബ്ദം കേട്ട് മടങ്ങിപ്പോയിരിക്കുകയാണ്. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്നുള്ള ആഹ്വാനം ദൈവസന്നിധിയിൽ നിന്ന് കേൾക്കുന്നു. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ അവസരങ്ങളും സാഹചര്യങ്ങളും ദൈവത്തിൻ്റെ നിയോഗവും ദൈവത്തിൻ്റെ കരുണയും ദാനവുമാകുന്നു. 95 വർഷക്കാലത്തോളം ഈ ലോകത്ത് ജീവിക്കാൻ തക്കവണ്ണം ഈ പ്രിയ മാതാവിനെ ദൈവം ഇടയാക്കി മക്കളെയൊക്കെ വളർത്തുവാനും അവരുടെ നന്മകൾ കണ്ട് സന്തോഷിക്കുവാനും അവരുടെ പാർക്കുവാനും അവരെ സ്നേഹിക്കുവാനും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നിർവഹിക്കുവാനായിട്ട് ഈ മാതാവിനെയൊക്കെയും മാതാവിനെ ദൈവം ഒരുക്കി എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ കാണേണ്ട വസ്തുതയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ മക്കൾക്ക് ഈ സംസ്കാര ശുശ്രൂഷ വന്ന് സംബന്ധിക്കുവാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ കൂടിയും അവരായിരിക്കുന്ന സ്ഥലത്തും ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ അവർ പങ്കുകൊള്ളുകയാണ്, അവർ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ പ്രാർത്ഥനകളൊക്കെ ദൈവസന്നിധി സ്വീകാര്യയോഗ്യമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഈ ഭവനത്തിന് വേണ്ടി ഞാൻ കൃത്യമായിട്ട് നന്ദി കരയറ്റുകയാണ്. ഭഗവച്ചാനെയും അമ്മാവയും കൃത്യമായിട്ട് ഓർക്കുന്നു. അവരുടെ ശുശ്രൂഷകളൊക്കെ ദൈവസന്നിധിയിൽ ശ്രേഷ്ഠമാണെന്നുള്ള കാര്യം ഒരു വലിയ മാതൃകയായിട്ട് നമ്മൾ മുമ്പിൽ നിൽക്കുകയാണ്. ഇന്ന് പലപ്പോഴും നമ്മൾ കാണുന്ന സമൂഹത്തിൽ മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, ബന്ധപ്പെട്ടവരെ, ചർച്ചക്കാരെയൊക്കെയും സ്നേഹിക്കുകയും കരുതുകയും അവരെ പരിചരിക്കുകയും ചെയ്യുക എന്നുള്ളത് പ്രയാസമായി വരുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ അതിനേക്കാൾ അപ്പുറമായിട്ട് വേണ്ട എല്ലാ ശുശ്രൂഷകളും നിർവഹിക്കേണ്ട കോണം പരിചരണം നൽകുവാൻ തക്കോണം ഈ ഭവനക്കാർ കാണിച്ചതായ സന്തോഷകരമായ കാര്യം ദൈവസന്നിധിയിൽ അംഗീകാര യോഗ്യമാണ്. അതിന് ദൈവം തമ്പുരാൻ 30, 60, 100 മേനിയായിട്ട് ഫലം നൽകട്ടെ എന്ന് കൃത്യമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന കുറവുകളൊക്കെയും പരിഹൃതമാകാൻ തക്കോണം കർത്താവിൻ്റെ അടുത്ത് അടുത്ത് വരുവാൻ തക്കോണം നമുക്ക് സാധിക്കണം. ഈ ശുശ്രൂഷയുടെ പൂർത്തീകരണമാകുമ്പോൾ ധൂപ്രാർത്ഥന നിർവഹിച്ചുകൊണ്ട് ഈ ഭവനത്തോട് ഈ മാതാവ് വിട ചൊല്ലുകയാണ്. ചുംബനം നൽകി നമുക്ക് എല്ലാവർക്കും ഈ മാതാവിനെ യാത്രയയക്കും. ഇത്രയും പെട്ടെന്ന് തന്നെ നമുക്കിന്ന് ദേവാലയത്തിൽ വന്ന് അവിടെ ശുശ്രൂഷ നിർവഹിക്കേണ്ടതുണ്ട്. അതിനുശേഷമുള്ള വിവാഹ ശുശ്രൂഷയും നടത്തേണ്ടതുള്ളത് കൊണ്ട് നമ്മളെപ്പം ധൃതി കാണിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഈ കാര്യത്തിൽ സഹകരിച്ചു. യാത്രയിലായാലും എല്ലാവരും മാസ്ക് ഉപയോഗിക്കാനായിട്ടും സാനിറ്റൈസർ ഉപയോഗിക്കാനായിട്ടും അതുപോലെ തന്നെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനായിട്ടും എല്ലാവരും ശ്രദ്ധിക്കണം. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമായിട്ട് വീണ്ടും ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല എങ്കിൽ തന്നെയും ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മാസ്ക് ഇല്ലാത്തവരെല്ലാം ഉപയോഗിക്കണം. പ്രത്യേകിച്ച് ദേവാലയത്തിൽ വരുമ്പോൾ 20 പേർ മാത്രമേ ദേവാലയത്തിൽ ശുശ്രൂഷയ്ക്ക് സംബന്ധിക്കുവാനായിട്ട് അനുവാദമുള്ളൂ. അതനുസരിച്ച് നിങ്ങൾ അവിടെ വരുമ്പോൾ പറയാനിടയാകാത്ത രീതിയിൽ നിങ്ങൾ വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അത്യാവശ്യമുള്ള 20 പേർ മാത്രമേ ദേവാലയത്തിനുള്ളിൽ ശുശ്രൂഷയെ സംബന്ധിക്കാവൂ. ബാക്കി എല്ലാവരും കണ്ടതിന് ശേഷം മടങ്ങിപ്പോകാൻ പ്രാർത്ഥിച്ചതിന് ശേഷം എന്നുള്ള കാര്യം കൃത്യമാക്കി സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി ഭവനയുടെ വൈദികരോടും എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും ഭവനാംഗങ്ങൾക്ക് വേണ്ടി അറിയിക്കുന്നു. ഇപ്പോൾ ധൂപ്രാർത്ഥന നിർവഹിക്കുക. മക്കളെ കൃപ ചെയ്വതുപോലെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യോ. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ
ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ സംബന്ധവും ആവാസവും ഞങ്ങൾ എല്ലാവരുടെ പേരും, പ്രത്യേകിച്ച് ഞങ്ങളുടെ മധ്യമായ ദൈവസന്നിധിയിൽ അതിദാസയുടെ ആത്മാവിന്റെയും ദാസയുടെ വേർപാട് ദുഃഖിക്കുന്ന എല്ലാവരുടെയും നടക്കണം ശുശ്രൂഷന്റെയും സംബന്ധിക്കുന്ന എല്ലാവരുടെ പേരും ഇപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. സന്നദ്ധനോടും കൃത്യമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ ആ കാര്യങ്ങൾ എല്ലാവരും സംബന്ധിച്ച് വളരെ ഭംഗിയായിട്ടും ആത്മാർത്ഥമായിട്ട് ഇതിൽ സംബന്ധിക്കുകയും സഹകരിക്കുകയും ചെയ്യണം എന്നുള്ള കാര്യം അറിയിക്കുന്നു. ഇപ്പോൾ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് മാത്രം പിന്തുണ കൊടുക്കുവാനായിട്ടുള്ള പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ
നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാ. കരയുന്നോ നിങ്ങൾ എന്തിനായി? ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാ. രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോർ കരുണമേ. നല്ലോർമ്മ നിന്റെ മഹത്വമുദീക്കും. ദൈവത്തിൽ നിന്ന്
നടത്തിയിടേണം നാഥ നിന്റെ മുൻപിൽ എൻ ജീവന്ത്യമടുക്കുമ്പോൾ എന്നാത്മാവിൻ കർമ്മങ്ങൾ പ്രതിദാനം നേടിയിടുമ്പോൾ ഉണരാകില്ല നേട്ടങ്ങൾ പൊന്നിന് വിലയില്ല വിടങ്ങും ഈശോയാം ദേവേശൻ വിധിപീഠത്തിലിരിക്കുന്നു ധനികനു ദീനതയില്ലെങ്കിൽ ധനവാനമ്പം നൽകില്ല ദീനന് ശുദ്ധതയില്ലെങ്കിൽ ദീനനുണയിടം സത്തവനെ നരവത്സകനെ അവിടെ മേൽ തോന്നണവൻ അധിച്ചിടും ജീവനുള്ള പട്ടണങ്ങൾ ഞങ്ങളുടെ മഹാകന്യ സംജ്ഞാപനം പറഞ്ഞു ശാശ്വത ജീവസ്ഥാനത്തിൽ പരിശുദ്ധന്മാരോടൊപ്പം ദസമകൾക്ക് ആശ്വാസം മംഗളമോ നൽകേണം പാർക്കുമോ ദൈവമരായിടാൻ വാഴ്ചയിലോപദേശിതാരെയും സുതരെയും വേർപെട്ടെങ്കിൽ വാനവരുടെ നാട് നിന്നെ അവൻ നിവസിപ്പിക്കും. ആഴിനുള്ളിൻ സേനാധിപത്തെ പാലിക്കട്ടെ ശ്രീമാതാകോല മറുദീസിൻ വാതിലേറി ആനന്ദത്താൽ ഞാൻ നിൻ കൃപയെ വാഴ്ത്തിയിടട്ടെ. പരിശുദ്ധനായ പൗലോസ്ലീഹ തെസ്സലോനിക്കയിലെ ലേഖനത്തിൽ ആഹായി പാർക്കുന്നു. സഹോദരത്തെ പ്രത്യാശയില്ലാത്ത മറ്റാളുകളെ പോലെ നിദ്ര പ്രാപിക്കുന്നവരെ കുറിച്ച് നിങ്ങൾ ദുഃഖിക്കരുതെന്ന് അറിഞ്ഞുകൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും പുനരുത്ഥാനം ചെയ്യുകയും ചെയ്തത് വിശ്വസിക്കുന്നു. എങ്കിൽ അപ്രകാരം തന്നെ ദൈവവും യേശുവിൽ ഉൾപ്പെട്ട മരിച്ചുപോയവരെ അതിനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവിന്റെ വരവെങ്കിൽ ജീവനോടെ ശേഷിക്കുന്നവരായി നമുക്ക് നിദ്ര പ്രാപിച്ചതിനെ പിന്തുടരേണ്ടി വരികയില്ലെന്ന് കർത്താവിന്റെ വചനമാധാരമാക്കി ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവ് പ്രധാന മാലാഖയുടെ അമ്പടി ശബ്ദം ദൈവത്തിന്റെ കാഹളധ്വനിയോടുകൂടി സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. അപ്പോൾ മെസ്സിഹായിൽ ഉൾപ്പെട്ടവരായി മരിച്ചവർ ആദ്യമേ ഉദ്ധാനം ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടുകൂടെ ഒരുമിച്ച് അന്തരീക്ഷത്തിൽ കർത്താവിനെ ദ്രവിപ്പാനായിട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെയല്ല ഇപ്പോഴും നാം നമ്മുടെ കർത്താവിനോട് ഒരുമിച്ച് സ്ഥിതി ചെയ്യുകയും ചെയ്യും. ആകെയായ വചനങ്ങൾ മൂലം പരസ്പരം ആശിച്ചുകൊള്ളുകയും ആഹായി പാർക്കുമോ. ദൈവത്തിന്റെ ും
പാത്രങ്ങളിൽ എണ്ണയെടുത്തു. മണവാളൻ താമസത്തുകൊണ്ട് അവരെല്ലാവരും വന്നു തുടങ്ങിയ അർദ്ധരാത്രിക്ക് ഇതാ മണവാളൻ വരുന്നവന്റെ പുറപ്പെടുകയും എന്നാൽ പുഴയുണ്ടായി. അപ്പോൾ ആ കന്യകമാരെല്ലാവരും എഴുന്നേറ്റ് തങ്ങളുടെ ജീവിതങ്ങളെ തെളിയിച്ചു. ആ ബുദ്ധിമുട്ടികളോട് ഇതാ ഞങ്ങളുടെ ജീവിതത്തിൽ കെട്ടുപോയതുകൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ നിന്ന് കുറെ ഞങ്ങൾക്ക് തരിക എന്ന് പറഞ്ഞു. ആ ബുദ്ധിമുട്ടുകൾ മറുപടിയായിട്ട് ഞങ്ങൾക്ക് നിങ്ങൾക്ക് മതിയാകാവുന്നേക്കാം, നിങ്ങൾ കച്ചവടക്കാരുടെ പോയി വാങ്ങുകയെന്ന് പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവരുടെ വിശാലയിൽ പ്രവേശിച്ചു. വാതിലടക്കപ്പെടുകയും ചെയ്തു. മറ്റേ കന്യകമാരും വന്ന് പ്രഭോ പ്രഭോ ഞങ്ങൾക്ക് വാൽ തുറന്നരണമെന്ന് പറഞ്ഞു. അവനോട് നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് ഞാൻ പറയുന്നെന്ന് പറഞ്ഞു. ആയതുകൊണ്ട് ആ ദിവസത്തെ ആ സമയത്ത് കഴിഞ്ഞുകൂടാത്തതിനാൽ ജാഗ്രതയായിരിക്കുന്ന ഞാൻ ചെയ്തു പാർക്കുമ്പോ തീർച്ചയായോ യഥാർത്ഥ ജീവനാകുന്ന വിശേഷത്തിന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സത്യവിശ്വാസത്തോടുകൂടി വാങ്ങിപ്പോയതും നിന്റെ കരുണയ്ക്ക് വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നവരുമായ എല്ലാവർക്കും വേണ്ടി നിന്റെ കരുണയും പാപമോചനവും നൽകപ്പെടുവാനായി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഉദ്ധാനം നൽകി നവ്യതയും സ്വർഗയും മോദവുമേ വേണം. കണ്ണീർ സുഖികളിലായാവും അയ്യം വെളിവായിൽ നൽകണമാശ്വാസം. വീണതിണമില്ലാതോടി നടന്നോടെ കബറിലേക്ക് എത്തുന്നവരൻ പാർനാഥ നൽകണമാശ്വാസം. അപരാധം ചെയ്തപ്പോൾ മാനവംശത്തിൽ പ്രതിഭോഗിനാഥ നൽകണമാശ്വാസം. ഉയരുള്ളോരൊപ്പം പന്തിരമതിൽ വാണോ ഹൃദയൊടുകവർന്നാൾ പുനരുത്ഥാനമിവൾ അഴകീടട്ടെ. ഞാൻ പ്രതിയാകപ്പെട്ടെ ആപത്തെയോ തഞ്ചുന്നേ ഇപ്രത്യേകം സന്തോഷിക്കും ധാർമ്മികരോ പന്തിവാരിൽ ശ്രീപയൻ ജീവൻ കാത്തിടണം കർത്താവേ ന്യായാധിപൻ സ്കിപ്പാവേ മോഷ്ടാവേ പോലൻ ബാലന്റെ പാഴ്ത്തേണം വർക്കുമോ യാക്കോബുടെ സംസ്കാരം ചെയ്തധികം ഖേദം പൂർണ്ണം ഈ പ്രതികേണം ജീവൻ നൽകുമവൾ കുഴിൽ സ്ഥിതമാ തിരുമേരങ്ങൾ. ഈ സഭാരെ സഹായം ഞങ്ങൾക്ക് അയച്ചു കൊടുക്കണമേ. ഇവിടെ എഴുതി വീഴ്ചപ്പെടുന്ന
സംരക്ഷണത്തിനും വിശുദ്ധന്മാരോടുകൂടെയുള്ള ആനന്ദത്തിനുമായി ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ നാമത്തിൽ നിത്യജീവനായി ഈ തൈലം ഒഴിക്കപ്പെടുന്നു. തീർത്തും ഈ ദാസിയിൽ നിറവേറിയിരിക്കുന്നു. സ്നേഹമോട് പ്രതിയേറ്റോനി ഞങ്ങളെ രണ്ടാം പ്രതിന്നും കരിവാക്കാകഹലയിലുയ്യ എന്നോട് ദോഷം ലംഘിച്ചെങ്കിൽ ഞാനൊഴിയുന്നിൽ വരസമ്പർത്തഹല്ലേലൂയ. വലിയ വെളിച്ചമുദിച്ചല്ലോ മൃതലോകത്തിൽ അസ്ഥികളിന്മേലാശീസ വനിതി തൂകി ഹല്ലേലൂയ. മരണത്തിൻ കാറ്റടിയേറ്റ ജീവൻ മാനുണ്ടിൻ സത്യാത്മാവെത്തിയെനിക്കുണർവേകട്ടെ ഹല്ലേലൂയ. വിമലാത്മാവിനും ഹല്ലേലൂയ. സമാധാനത്തിന് പ്രദർശന ശരണം ഉണ്ടായിരിക്കട്ടെ. സ്തോത്രം ചെയ്യുന്നു. ലോകത്തിന്റെ വാർത്തയുമായി നിർവഹിച്ചിട്ടുള്ളവേ നിന്റെ ചെവിയാഴ്ച അപേക്ഷയുള്ളവേ
ഷിബുവച്ചനോടും ബഹുമാനപ്പെട്ട അസുല്ലച്ചനോടും ബഹുമാനപ്പെട്ട ഷമാസിനോടും ശുശ്രൂഷകരോടും മറ്റെല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും കുടുംബാംഗങ്ങൾക്ക് വേണ്ടി അറിയിക്കുന്നു. ഈ പ്രിയ മാതാവിനെ ഇപ്പോൾ നമ്മൾ സംസ്കരിക്കാനായിട്ട് സെമിത്തേരിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരിക്കൽ കൂടി ഇടവകയുടെ അനുശോചനം കുടുംബാംഗങ്ങളെ അറിയിക്കുന്നു. ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച് എല്ലാവരോടുള്ള നന്ദി ഒഴിവാക്കി അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നീർന്ന വേദനകളും കണ്ണീരും മാറ്റേണ്ടപ്പോഴും പ്രാപ്തനായ പരിശുദ്ധാത്മാവിനാൽ എല്ലാവരെയും ബലപ്പെടുത്തട്ടെ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകുന്നത് ദൈവത്തിൽ വിശ്വസിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും എൻ്റെ പിതാവിൻ്റെ ഭാഗത്ത് അനേകം വാസസ്ഥലങ്ങളുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾ സ്ഥലം ഒരുക്കുവാനായിട്ട് പോകുന്നു. ഞാൻ ഒരു സ്ഥലം ഒരുക്കിയാൽ വീണ്ടും വന്ന് നിങ്ങളെ ചേർത്തുള്ളൂ എന്ന് അരുൾ ചെയ്ത ദൈവമാകുന്നതിന് പ്രത്യാശയിലും പ്രതീക്ഷയിലും വചനങ്ങളായി നിങ്ങൾ എല്ലാവരുടെയും ഹൃദയത്തിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്ഥലത്തുമായതുകൊണ്ട് ഈ ശുശ്രൂഷകളിൽ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒഴിവാക്കി സന്തോഷം നന്ദി അറിയിക്കുന്നു. ദൈവങ്ങളുടെ പ്രയാസങ്ങൾക്കും ഭാരങ്ങൾക്കൊക്കെയും പരിഹാരകനായിരിക്കട്ടെ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുകയും ദൈവങ്ങളുടെ സ്വർഗീയ മഹോന്നതങ്ങളിൽ ഈ പ്രിയ ദാസി ഈ പ്രിയ മാതാവിനെ പ്രസിദ്ധിക്കട്ടെ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുകയും ഇടവകളിൽ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തതിനെ കൂടി ഇപ്പോൾ സംസ്കരിക്കാനായിട്ട് സെമിത്തേരിയിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയിക്കുന്നു. ഇപ്പോൾ ആ മത്സരത്തിൽ എടുക്കാം. നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് ഇടത്തോട്ട് തിരിഞ്ഞ് സെമിത്തേരിയിൽ മണ്ണാകുമീ ശരീരം മണ്ണോടു ചേർന്നാലുമേ, മണ്ണാകുമീ ശരീരം മണ്ണോടു ചേർന്നാലുമേ, കാഹളം ധ്വനിച്ചിടുമ്പോൾ തേജസ്സിലുയർക്കുമേ, കാഹളം ധ്വനിച്ചിടുമ്പോൾ തേജസ്സിലുയർക്കുമേ. ആയന്താനന്ദം ആയന്തു മോദമേ, ആയന്താനന്ദം ആയന്തു മോദമേ. ശുദ്ധരോടു ചേർന്നു ഞാനും പ്രിയനെ വാഴ്ത്തിടുമേ, ശുദ്ധരോടു ചേർന്നു ഞാനും പ്രിയനെ വാഴ്ത്തിടുമേ. ചന്ദ്രകമ്പാനം ചെയ്യുവോ ഞങ്ങളുടെ മനുഷ്യരെ പുണ്യമാക്കണമേ. മഹാകരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷ അംഗീകരിക്കണമേ. ഞങ്ങളുടെ സഹായത്തിന് വന്നാൽ ഞങ്ങളുടെ മരിച്ചുപോയവർക്ക് പരിഹാരം നൽകണമേ. സത്യവിശ്വാസമുള്ള ശ്രമത്തിനും നിർവാചരിക്കുന്ന ഈ ദാസയ്ക്ക് അവപരിഹാരം നൽകണമേ. വാത്സല്യ സഹോദരങ്ങളെ പരസ്പരം ആശ്വസിപ്പിക്കുകയും അന്യോന്യം ധൈര്യപ്പെടുത്തുകയും മരിച്ചവരുടെ സംസ്കാരത്തിൽ ഈ അഭിപ്രായത്തെയും മൃദുവിൽ നിന്ന് കരുണ പിൻവലിക്കുന്നത് നിർവഹണത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം വിലാപനത്തിൽ പോകുന്നതാണ് എന്നുള്ള കൽപ്പന അനുസരിച്ച് വിശുദ്ധ സഭയുടെ പ്രതികൾ എന്ന നിലയിൽ ഇപ്പോൾ നിങ്ങൾ വന്ന് ആ ദൈവികമായ തിരുവഴുത്ത് നിർവഹിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിന് വന്നാൽ നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകട്ടെ. കർത്താവിൻ്റെ മഹാകരുണയാൽ നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യട്ടെ. ഹൃദയത്തോടും വെടുപ്പോടും വിശ്വയോടും നിങ്ങൾ വിളിക്കുന്ന ഏത് സമയത്തും കർത്താവായ യേശുമിശിഹാ നിങ്ങൾ പുത്രവെള്ളം ഐശ്വര്യപൂർണ്ണമായ നിങ്ങളുടെ തന്റെ സ്നേഹമുണ്ടാക്കുന്ന കർത്താവ് നിങ്ങളെ യാതനകൾക്ക് മറുപടി അയച്ചു തരികയും ചെയ്യും. എൻ്റെ പിതാവാൻ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകാരംഭത്തിലും എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ഈ സംസ്കാരങ്ങളോട് സംബന്ധിച്ച് എല്ലാവരും ദൈവമായ വാഴ്ത്തുന്നപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ നിങ്ങളെ വിശ്വാസമായവരുടെ വാങ്ങിക്കുവരും വാഴ്ത്തുന്നപ്പെടുത്തുമാറാകട്ടെ. ലോകം തന്നെ മരിച്ചുമായ ബലഹീനങ്ങളും കുറ്റുന്നവരുടെ പ്രാർത്ഥന അംഗീകരിക്കപ്പെട്ട ഓശോ ആമേൻ.
മണ്ണാകുമീ ശരീരം മണ്ണോടു ചേർന്നാലുമേ, മണ്ണാകുമീ ശരീരം മണ്ണോടു ചേർന്നാലുമേ, കാഹള